ഹലോ ഓൾ, എല്ലാവർക്കും iPlusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോളജിയാണ് അല്ലേ. എംബ്രിയോളജിയിലെ നമ്മൾ മൈക്രോസ്പോറോജെൻസിസ്, മിക്കാസ്പോറോജെൻസിസ്, ഇനി പോളിനേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് പോളിനേഷൻ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡബിൾ ഫെർട്ടിലൈസേഷൻ അല്ലേ. നമ്മൾ പറഞ്ഞു ആൻജിയോസ്പോംസിലേക്ക് വരുമ്പോൾ ഉള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗമീറ്റ്സ് അല്ലേ, മെയിൽ ഗമീറ്റും ഫിമെയിൽ ഗമീറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് എ ഫെർട്ടിലൈസേഷൻ. അപ്പം ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തവണ ഇതുപോലത്തെ ഫെർട്ടിലൈസേഷൻ നടക്കും അല്ലേ. അപ്പം അതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ആൻ എംബ്രിയോ സാക്ക് ഫ്യൂഷൻ ഒക്കേഴ്സ് ട്വൈസ്. എംബ്രിയോ സാക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഫ്യൂഷൻ എത്രയായിരിക്കും നടക്കുന്നത്? 2 തവണയായിരിക്കും മെയിൻലി ഈ ഒരു ഫ്യൂഷൻ നടക്കുന്നത്. വൺ ഈസ് സിൻഗമി, ഒന്നിനെ നമുക്ക് എന്ത് വിളിക്കാം? സിൻഗമി എന്ന് വിളിക്കാം. ആൻഡ് അനദർ ഈസ് ട്രിപ്പിൾ ഫ്യൂഷൻ അല്ലേ. ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നു, സിൻഗമി നടക്കുന്നു. ദെയർഫോർ ഡബിൾ ഫെർട്ടിലൈസേഷൻ അല്ലേ. 2 തവണ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മെയിൽ ഗമീറ്റ് ഫിമെയിൽ ഗമീറ്റോടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു, സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും, അതാണ് ഫെർട്ടിലൈസേഷൻ. എന്നാൽ ഇവിടെ 2 തരം അല്ലേ, ഒന്ന് സിൻഗമി നടക്കുന്നു, ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ഫസ്റ്റ് ഫ്യൂഷൻ അല്ലേ, ദ സൈഗോട്ട് ഓർ ഊസ്പോർ സെൽ ഈസ് ഫോംഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എംബ്രിയോ സാക്ക് എടുക്കുകയാണെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ ഒരു പിക്ചർ കാണിച്ചു തരാം. നമ്മുടെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് ഇതാണെന്ന് വെച്ചു. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? നമുക്ക് ഓക്കെ, ഇവിടെ സെൽസ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു എഗ് സെല്ലുണ്ട്, 2 സിനർജിഡ്സ് ഉണ്ട്, ഇവിടെ ആയിട്ട് ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട് അല്ലേ, ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്. അപ്പം നമ്മുടെ 2 മെയിൽ ഗമീറ്റ്സ് ആണ്. നമ്മുടെ പോളിനേഷൻ കഴിഞ്ഞിട്ട് 2 മെയിൽ ഗമീറ്റ്സ് വരുന്നു. അതിൽ വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ് നേരെ ചെന്നിട്ട് ഈ എഗ് സെല്ല് കണ്ടോ, മെയിൽ ഗമീറ്റ് എന്താണ്? ഹാപ്ലോയിഡ് ആണല്ലേ, ഹാപ്ലോയിഡ് ഇതും ഹാപ്ലോയിഡ്. സോ വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ് നേരെ ചെന്നിട്ട് ഈ എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് അല്ലെങ്കിൽ ഊസ്പോസ് ഫോം ചെയ്യുന്നു അല്ലേ. ഇനി ഈ ഒരു മെയിൽ ഗമീറ്റ് ഉണ്ടല്ലേ, ഈ മെയിൽ ഗമീറ്റ് നേരെ വരുമ്പോൾ അവിടെ എന്തില്ല? എഗ്ഗൊന്നുമില്ല. സോ നടുക്കോട്ട് നോക്കും, 2 ന്യൂക്ലിയസ് ദേ ഒരുമിച്ചിരിക്കുന്നു എന്ന് കാണും അല്ലേ. എന്നുമാണ് അല്ലേ, അതായത് 2n കണ്ടീഷനുള്ള 2 ന്യൂക്ലിയസുകൾ തമ്മിൽ ഒരുമിച്ചിരിക്കുന്നു. സോ ഈ മെയിൽ ഗമീറ്റ് എന്ത് ചെയ്യുന്നു? 2n+n. ഈ മെയിൽ ഗമീറ്റ് ഇവരുമായിട്ട് ഇന്ന് ഫ്യൂസ് ചെയ്യുന്നു. മൊത്തത്തിൽ 3n ആയോ? അതാണ് ട്രിപ്പിൾ ഫ്യൂഷൻ അല്ലെ, ട്രിപ്പിൾ ഗമീറ്റ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഫ്യൂഷൻ അല്ലേ, 3n കണ്ടീഷനുള്ള ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ 2 നടന്നു, സിംഗമി നടന്നു, ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നു. അതാണ് എന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ശ്രദ്ധിച്ചേ. അപ്പോൾ ആ സെൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൈഗോട്ട് വൺ ഓഫ് ദം ഈസ് എന്ത് ചെയ്യുന്നു? എഗ്ഗുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഊസ്പോർ അല്ലെങ്കിൽ ഫസ്റ്റ് സെൽ ഓഫ് ദ സ്പോറോഫൈറ്റിലെ എംബ്രിയോയുടെ ഫസ്റ്റ് സെല്ലാവുന്നു. ദെൻ ദ ന്യൂക്ലിയസ് ദ ട്രിപ്പിൾ ഫ്യൂഷൻ പ്രൊഡക്റ്റിലെ ട്രിപ്ലോയിഡ് എന്ത് ചെയ്യുന്നു? വിച്ച് ഈസ് ഗീവ് റൈസ് ടു എൻഡോസ്പോമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ഈ ഒരു സെൽസിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? സ്പൊറോജിനസ് സെൽസ് ആയിട്ട് മാറുന്നു. സെക്കൻഡ് ഈ ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നത് എന്തായിട്ടാണ് മാറുന്നത്? മെയിൻലി ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നത് എന്തായിട്ട് മാറുന്നു? എൻഡോസ്പേമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് വെരി യുണീക്ക് ഫിനോമിനൻ ഇൻ ആൻജിയോസ്പോംസ് അല്ലെ. ആൻജിയോസ്പോംസിൽ മാത്രം കാണപ്പെടുന്ന യുണീക്ക് ഫിനോമിനാണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ SG അല്ലേ, നവാഷ്യൻ ആണ് ഇത് നമുക്ക് കണ്ടുപിടിച്ചു തന്നത്, ലിലിയം സ്പീഷീസിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ ക്ലിയർ ആയ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തു തരാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ്. നമ്മുടെ ഓക്കെയാണേ, 2 സെല്ലുണ്ട് അല്ലേ, 2 ന്യൂക്ലിയസ്. ഇവിടെ ഒരു എഗ് സെല്ല്, ഇതിൽ ചുറ്റിക്കൊണ്ട് 2 സിനർജിഡ്സ്, ഇവിടെ 3 ആൻറ്റിപോഡൽ സെൽസ്. അപ്പോൾ 1 2 3 4 5 6 7 സെൽഡ് സ്റ്റേജും 8 ന്യൂക്ലിയസുമാണ് അല്ലേ. ഓക്കെ അല്ലേ. അപ്പം മെയിൽ ഗമീറ്റ് ദേ വരുന്നു, 2 മെയിൽ ഗമീറ്റ് വരിക. വൺ ഓഫ് ദീസ് മെയിൽ ഗമീറ്റ് ഗോ ആൻഡ് ഫ്യൂസ് വിത്ത് എഗ്. ഈ മെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തല്ലേ, മെയിൽ ഗമീറ്റ് പ്ലസ് എഗ്
സോ എന്തായി? സൈഗോട്ടായി. ഈ സൈഗോട്ട് എന്തായിട്ട് മാറുന്നു? നമ്മുടെ എംബ്രിയോ ആയിട്ട് മാറും. ഇതാണ് എന്തെന്ന് പറയുന്നത്? സിൻഗമി. ഇതെന്താ? സിൻഗമി. ഇനി അടുത്ത മെയിൽ ഗമീറ്റ് നേരെ ചെന്നിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. സോ മെയിൽ ഗമീറ്റ് പ്ലസ് ന്യൂക്ലിയസ് അല്ലെ, 2 ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. സോ ട്രിപ്പിൾ ഫ്യൂഷൻ 3N ആയിട്ട് ഫോം ചെയ്യുന്നു, വിച്ച് ഗീവ് റൈസ് ടു എൻഡോസ്പേം. ഇതെന്തായിട്ട് മാറുന്നു? എൻഡോസ്പേം ആയിട്ട് മാറും. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ നവാഷിൻ ആണല്ലേ, SJ നവാഷിൻ ആണ് ഇത് കണ്ടുപിടിച്ചത്. ലിലിയം ആൻഡ് ഫ്രിറ്റിലേറിയ സ്പീഷീസുകളിലാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തത്? ഈ ഒരു ഫിനോമിനൻ കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ ഈ ഫിനോമിനൻ? ഈ ഫിനോമിനൻ ക്ലിയർ അല്ലേ? അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഈ ഫിനോമിനൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എൻഡോസ്പോംസിലേക്ക് വരാം. അപ്പോൾ എൻഡോസ്പോം മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കിയേ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് പ്രൊഡക്റ്റ് ഉണ്ട് എർത്ത് ഫോർ ഹ്യൂമൻ ബീങ് അല്ലേ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് വേണ്ടി പ്ലാന്റ് തരുന്ന ഏറ്റവും വലിയ സംഭവമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു എൻഡോസ്പോംസ് എന്ന് പറയുന്നത്. 2/3 ഓഫ് ഓൾ ഹ്യൂമൻ കലോറീസ് കം ഫ്രം എൻഡോസ്പോംസ് അല്ലേ. ഹ്യൂമൻ കലോറീസിൽ 2/3 ഭാഗവും ഈ എൻഡോസ്പോംസിനുള്ളിൽ നിന്നാണ് വരുന്നത്. ഇനി സെറൽസ് നോക്കിയേ, വീറ്റ്, റൈസ്, മെയ്സ്, ബാർലി, മില്ലറ്റ്, ഇവയൊക്കെ എന്താ? എൻഡോസ്പോംസുകളാണ്. ഓയിൽസ് നോക്കിയേ, ഓയിൽസിന് എന്താണ്? കോക്കനട്ട്, കോണ്, പാം, കാസ്റ്റർ, ഇവയൊക്കെ എന്താ? എൻഡോസ്പോംസ്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ആലോചിക്കണം അല്ലേ, ഈ എൻഡോസ്പോംസ്, ഈ കലോറീസ് ഒക്കെ നമുക്ക് കിട്ടിയത് ഈ എൻഡോസ്പോമുകളിൽ നിന്നാണ് അല്ലേ. നോക്കിയേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് 2 മെയിൽ ഗമീറ്റ് വരും. വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ് വിൽ ഫ്യൂസ് വിത്ത് സെക്കൻഡറി ന്യൂക്ലിയസ് ദാറ്റ് ഫോംസ് എൻഡോസ്പോംസ്. And one of the male gamete fused with egg that forms a zygote. Okay. ഇനി on the basis of their development, നമ്മുടെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഇപ്പോൾ എൻഡോസ്പോം ഡെവലപ്പ് ചെയ്യുന്ന രീതി അനുസരിച്ച് വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3. നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. എൻഡോസ്പോംസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ച്, ന്യൂക്ലിയർ എൻഡോസ്പോം, സെല്ലുലാർ എൻഡോസ്പോം, ഹിലോബിയൽ എൻഡോസ്പോം. അപ്പം 3 ടൈപ്പ് ഓഫ് എൻഡോസ്പോമാണ് എൻഡോസ്പോമിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്. ന്യൂക്ലിയർ എൻഡോസ്പോം, സെല്ലുലാർ എൻഡോസ്പോം, ഹിലോബിയൽ എൻഡോസ്പോം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് ന്യൂക്ലിയർ എൻഡോസ്പോം. അപ്പോൾ എൻഡോസ്പോമിന് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ അല്ലേ. എൻഡോസ്പോം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ്? പോളാർ ന്യൂക്ലിയേ പ്ലസ് മെയിൽ ഗമീറ്റ്. മോസ്റ്റ് കോമൺ ഫൗണ്ട് അബൌട്ട് 56 ഫാമിലി അല്ലേ. 56% പകുതിയിൽ കൂടുതൽ ഫാമിലീസിൽ നമുക്ക് ന്യൂക്ലിയർ എൻഡോസ്പോംസിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നോ സെൽ വാൾ ഫോർമേഷൻ ഡ്യൂറിങ് ഇനിഷ്യൽ ഫ്യൂ ഡിവിഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അവിടെ സെൽ വാളിൻ്റെ ഫോർമേഷൻ ഇല്ല. ഒന്നാമത്തെ പ്രത്യേകത, നോ സെൽ വാൾ ഫോർമേഷൻസ് നടക്കുന്നില്ല ഇനിഷ്യൽ ഡിവിഷൻ്റെ സമയത്ത്. Few division of the primary endosperm nucleus and nuclei remain free in the cytoplasm of the embryo sac അല്ലേ. അപ്പം no cell wall formation during initial few division of the primary endosperm nucleus and nuclei remain അല്ലേ. ഈ പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസും ന്യൂക്ലിയം എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നോ സെൽ വാൾ ഫോർമേഷൻ ഒന്നും നടക്കുന്നില്ല. The number of division depend upon the size of the embryo sac അല്ലേ. എംബ്രിയോ സാക്കിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര തവണ ഡിവൈഡ് ചെയ്യുന്നത്. ചെറിയൊരു എംബ്രിയോ സാക്ക് ആണെങ്കിൽ ഒരു 2-3 തവണയൊക്കെ ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. വലിയ എൻഡോസ്പേം ആണെങ്കിൽ കൂടുതൽ തവണ എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ന്യൂക്ലിയർ എൻഡോസ്പോം അല്ലെ, ഇത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് എൻഡോസ്പോംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റാണ് ന്യൂക്ലിയർ എൻഡോസ്പോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ എൻഡോസ്പോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 56% ഫാമിലികളിലും മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഈ ന്യൂക്ലിയർ എൻഡോസ്പോമാണ്. നോ സെൽ വാൾ ഫോർമേഷൻ അല്ലെ. ഈ ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഡിവിഷൻ്റെ സമയത്ത് സെൽ വാൾ ഫോർമേഷൻസ് നടക്കുന്നതേയില്ല. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിവിഷൻസ് അല്ലെ, ഓരോ നമ്പർ ഡിവൈഡ് ചെയ്യേണ്ടതിൻ്റെ നമ്പേഴ്സ് ഈ ഒരു എംബ്രിയോ സാക്കിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. The size of endospermic nuclei are not the same അല്ലേ. Usually the nuclei at the chelacal end are larger and the micropylar end are small. ഇനി ഈ എൻഡോസ്പെർമിക് ന്യൂക്ലിയയുടെ
ആർ നോട്ട് സെയിം. സൈസ് അല്ല, എൻഡോസ്പേമിൻ്റെ ന്യൂക്ലിയയുടെ സൈസ് സെയിം ആയിരിക്കില്ല. നമുക്കറിയാമല്ലേ, ന്യൂക്ലിയയുടെ ചലാസൽ എൻഡിലാണെങ്കിൽ ലാർജർ ആയിരിക്കും. മൈക്രോപൈലാർ എൻഡ് എന്താണ്, ചലാസൽ എൻഡ് എന്താണെന്നൊക്കെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ പ്രീവിയസ് ക്ലാസ് ഒന്ന് എടുത്ത് കാണില്ല. ഞാൻ പിക്കൊക്കെ വരച്ച് ചലാസൽ എൻഡ് മൈക്രോപൈലാർ എൻഡ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസിൻ്റെ സൈസ് സെയിം ആയിരിക്കില്ല അല്ലേ. ചലാസർ റീജിയനിൽ നമുക്ക് ചെത്തുമ്പോൾ വലിയ ന്യൂക്ലിയസ് കാണാനായിട്ട് സാധിക്കും. മൈക്രോപൈലാർ എൻഡിലാണെങ്കിൽ സ്മോളർ ആയിരിക്കും. The wall formation occurs subsequently as in glycine max and Arachis hypogenia, or nucleus remain free independently as Limanthus, Acer pseudopanthus as and മൈർക്കാരിയ ജുമാനിക്. ഇത് ഓരോ നമ്മുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഓരോന്നിലെയും വാൾ ഫോർമേഷൻസിൻ്റെ കാര്യങ്ങൾ എക്സാമ്പിൾ അടക്കം പറഞ്ഞിരിക്കുകയാണ്. 100 ഓഫ് ഫ്രീ ന്യൂക്ലിയ ആർ ഫൗണ്ട് അലോങ് പെരിഫറി ഇൻ ദ എംബ്രിയോ സാക്ക് ഓഫ് പ്രൈമുല, മാൽവ, മാഞ്ചിഫെറ, സിട്രസ് സ്പീഷീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ഫ്രീ ന്യൂക്ലിയസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് വാൾ ഫോർമേഷൻ ടേക്ക് പ്ലേസ് അറ്റ് ലേറ്റർ സ്റ്റേജ് അല്ലേ. അതുപോലെ തന്നെ വാൾ ഫോർമേഷൻ എപ്പോഴും ഏറ്റവും ലേറ്റർ സ്റ്റേജിലായിരിക്കും കാണുന്നത്. ഒക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. Wall formation take place only at 8 or 16 nucleate stage. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 18 to 16 ന്യൂക്ലിയേറ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ കാലോട്രോപ്പിസിലും റഫ്ലേഷ്യയിലും സിറാന്തത്തിലും ഒക്കെ പോലെ എന്ത് ചെയ്യുന്നു, വാൾ ഫോർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതുവരെ ഇല്ല. ഇത്രയും ഡിവൈഡ് ചെയ്ത് ഒരു 18 to or നമുക്കറിയാമല്ലേ, നമ്മൾ 3 സെല്ല് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് 8 തൊട്ടൊരു 16 ന്യൂക്ലിയേറ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് മെയിൻലി അതിലെന്ത് കാണാനായിട്ട് സാധിക്കുന്നത്, വാൾ ഫോർമേഷൻസ് കാണാൻ സാധിക്കുന്നത്. ദ വാൾ ഫോർമേഷൻ ഈസ് യൂഷ്വലി സെൻട്രിപെറ്റൽ ആണല്ലേ. വാൾ ഫോർമേഷൻ എപ്പോഴും സെൻട്രിപെറ്റലായിരിക്കും. അതായത് ബിഗിൻസ് അറ്റ് ദ പെരിഫറി ഓഫ് ദി എംബ്രിയോ സാക്ക് ആൻഡ് ദ സെൽ ഗ്രാജുവലി എക്സ്റ്റെൻഡഡ് ഇൻവേർഡ്സ്. പുറത്തു നിന്നായിരിക്കും അല്ലേ, ആദ്യം ഔട്ട് സൈഡിലായിരിക്കും, ദെൻ അവിടെ നിന്ന് ഗ്രാജുവലി ഇൻസൈഡിലേക്കായിരിക്കും എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു വാള് ഫോം ചെയ്യുന്നത്. In Coccus nucifera, the milky or water liquid endosperm which fills a large embryo sac. അപ്പോൾ നമുക്കറിയാം ഈ കോക്കസ് ന്യൂസിഫറയിൽ ആ മിൽക്കി ആയിട്ടുള്ള അല്ലേ, നമ്മുടെ കരിക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുടിക്കും അല്ലേ, അല്ലെങ്കിൽ ആ ഒരു മിൽക്കി അല്ലെങ്കിൽ ഒരു വാട്ടർ ലിക്വിഡ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എ എൻഡോസ്പേം എന്ന് പറയും അല്ലേ. വിച്ച് ഫിൽ ദ ലാർജർ എംബ്രിയോ സാക്ക് കണ്ടെയ്നിങ് ന്യൂമറസ് ഫ്രീ ന്യൂക്ലിയ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ലിക്വിഡ് സിനൈറ്റം അല്ലെങ്കിൽ സൈനസൈറ്റം എന്ന് വിളിക്കുന്നത് ആ ഒരു കോക്കനട്ടിനുള്ളിലെ ആ ഒരു കണ്ടന്റിനെയാണ് അല്ലേ. അതൊരു ടൈപ്പ് ഓഫ് എൻഡോസ്പേം ആണ്. ബിസൈഡ്സ് ഫ്രീ ന്യൂക്ലിയേ അല്ലേ, besides free nuclei, cynocytium also containing several multinucleate cells. These cells and the free nuclei gradually accumulate along the periphery towards the center and formed coconut meat form ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ സെൻഡ് ചെയ്ത്. അപ്പോൾ നോക്കി, നമ്മൾ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻഡോസ്പേം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈ എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻറ്റിനനുസരിച്ച് ഇതിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വണ്ണാണ് സെല്ലുലാർ എൻഡോസ്പേം എന്ന് പറയുന്നത്. സെല്ലുലാർ എൻഡോസ്പേമിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു, വാൾ ഫോർമേഷനൊന്നും ഫസ്റ്റിൽ കാണില്ല. വാൾ ഫോർമേഷൻ ലേറ്ററിലായിരിക്കും. ലേറ്ററിലുണ്ടെങ്കിലും സെൻട്രിപെറ്റലായിരിക്കും അല്ലേ. സെൻട്രിപെറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം പെരിഫറി ആയിരിക്കും. പെരിഫറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഇൻവേർഡ്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നൊരു ടൈപ്പായിരിക്കും. പിന്നെ നമ്മളതിൻ്റെ പ്രത്യേകതകളും കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കി, ഇതിന് തന്നെ എൻഡോസ്പേം ഹോസ്റ്റോറിയ നോക്കാം അല്ലേ. ദ സെല്ലുലറൈസേഷൻ ഓഫ് എൻഡോസ്പേം റെസ്ട്രിക്റ്റഡ് ടു ദി മൈക്രോപൈലാർ ആൻഡ് എംബ്രിയോ സാക്ക്. ഇതിലെ സെല്ലുലറൈസേഷൻ ഓഫ് എൻഡോസ്പേമിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ ഇതെവിടെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, മൈക്രോപൈലാർ എൻഡിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ദ ന്യൂക്ലിയ ദ ചലാസൽ എൻഡ് ആർ ഫ്രീ അല്ലേ. ചലാസൽ എൻഡിലേക്ക് പോകുമ്പോൾ അവിടെ ന്യൂക്ലിയ ഫ്രീ ആയിരിക്കും. എംബഡഡ് ഇന്നെ കോമൺ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ദ ചലാസൽ സിനോസൈറ്റിക് പാർട്ട് അല്ലേ, മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ദ ചലാസൽ സിനോസൈറ്റിക് പാർട്ട് ഓഫ് ദ എംബ്രിയോസ് ഗ്രോസ് ഇൻ ടു ട്യൂബുലാർ ഹോസ്റ്റോറിയം. ഈ ചലാസൽ ഹോസ്റ്റോറിയൊക്കെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദ ചലാസൽ സിനോസൈറ്റിക് പാർട്ട് ഓഫ് ദ എംബ്രിയോസാക്ക് ഗ്രോസ് ഇൻറ്റു എ ട്യൂബുലാർ ഹോസ്റ്റോറിയം അല്ലേ. അപ്പോൾ ഈ ചലാസൽ എൻഡിലുള്ള ആ മൾട്ടിന്യൂക്ലിയേറ്റ് സ്ട്രക്ചറാണ് എന്ത് ചെയ്യുന്നത്, ട്യൂബുലാർ ഹോസ്റ്റോറിയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ട്യൂബുലാർ ഹോസ്റ്റോറി ഈസ് ഫൗണ്ട് ഇൻ ഫാമിലീസ് ലൈക്ക് കുക്കുർബിറ്റേസിയെ, ഫാബേസിയെ, പ്രോട്ടിയേസിയെ അല്ലേ. ഇത് എവിടെയൊക്കെയാണ് നമുക്ക് മെയിൻലി കാണപ്പെടുന്നത്, കുക്കുർബിറ്റേസിയയിലും ഫാബേസിയയിലും പ്രോട്ടിയേസിയയിലും ഒക്കെയാണ് ഈ ഒരു ട്യൂബുലാർ ഹോസ്റ്റോറിയ
സ്ട്രക്ചർ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. നമുക്ക് പ്രീവിയസിലൊന്നും ഇവിടുന്ന് ക്വസ്റ്റ്യൻസേ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു പോർഷൻസൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. പ്രീവിയസ് എക്സാംസിന് മൈക്രോസ്പോറോജൻസിൽ ഒന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ എംബ്രിയോളജിയിൽ നിന്ന് വളരെ വിരളമായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷൻസൊക്കെയും എൻഡോസ്പേംസിൻ്റെ ടൈപ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുന്നത് നന്നായിരിക്കും. സോ ദ സെല്ലുലറൈസേഷൻ ഓഫ് എൻഡോസ്പം അല്ലേ, ഈ എൻഡോസ്പംസിൻ്റെ സെല്ലുലറൈസേഷൻ മൈക്രോപൈലാർ എൻഡിൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഇനി ചലാസൽ റീജിയനുള്ള ഈ ന്യൂക്ലിയ എന്തായിരിക്കും, ഫ്രീ ആയിട്ടൊരു സൈറ്റോപ്ലാസത്തിൽ എംബഡി ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ചലാസൽ ഈ ഒരു പാർട്ടിലെ എംബ്രിയോ സാക്ക് എന്ത് ചെയ്യുന്നു, എംബ്രിയോയുടെ സാക്കാണ് പിന്നെ നമ്മുടെ ഹോസ്റ്റോറിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ട്യൂബുലാർ ഹോസ്റ്റോറിയം നമുക്ക് മെയിൻലി കാണാൻ പറ്റുന്നത് കുക്കുർബിറ്റേസിയെ, ഫാബേസിയെ, പ്രോട്ടിയേസിയെ പോലെയുള്ള ഫാമിലിയിലാണ്. സെല്ലുലാർ എൻഡോസ്പേം ഫൗണ്ട് ഇൻ 25% ഓഫ് ഫാമിലീസ് അല്ലേ. സെല്ലുലാർ എൻഡോസ്പേമോ ഫൗണ്ട് ഇൻ 25% ഓഫ് ദ ഫാമിലീസ്. ജനറലി എന്നെ ഡൈക്കോട്സിലാണ് ഈ ഇത് കാണുന്നത്. നോ ഫ്രീ ന്യൂക്ലിയർ ഫേസ്. നമ്മളിപ്പം അടുത്ത എൻഡോസ്പേമാണ് സെല്ലുലാർ. ആദ്യം നമ്മൾ ന്യൂക്ലിയർ എൻഡോസ്പേം കഴിഞ്ഞു, ഇനി സെല്ലുലാർ എൻഡോസ്പേം. നമുക്ക് പഠിക്കുമ്പോൾ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ സെല്ലുലാറിലേക്ക് വരുമ്പോൾ നോക്കി ഒരു എത്ര സെല്ലുലാർ 1 സെക്കൻഡ് സെല്ലുലാർ സ്ലൈഡ് വരട്ടെ. സെല്ലുലാർ സ്ലൈഡ് വരുന്നില്ലല്ലോ, സ്ലൈഡ് ഇപ്പോൾ വരും. സെല്ലുലാർ എൻഡോസ്പേം ഫൗണ്ട് ഇൻ 25% ഓഫ് ഫാമിലി അല്ലേ. ജനറലി ഡൈക്കോട്സിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് സെല്ലുലാർ എൻഡോസ്പേംസ് കാണുന്നത്. 25% കുറവാണ്. ന്യൂക്ലിയർ എൻഡോസ്പേമാണ് കൂടുതലും സ്പീഷീസുകളിലും കാണുന്നത്. നോ ഫ്രീ ന്യൂക്ലിയർ ഫേസ് അറ്റ് എനി സ്റ്റേജ് അല്ലേ, അവിടെ ഒരു ഇടത്ത് പോലും നോ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ്, ഇത് ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്വിഷബിൾ സ്റ്റേജാണ്. അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിലും നോ എന്തായിരിക്കും ഫ്രീ ന്യൂക്ലിയർ ഫേസ്, നമുക്ക് ന്യൂക്ലിയസ് ഫ്രീ ആയിട്ട് അല്ലെ ഫ്രീ ന്യൂക്ലിയർ ഫേസ് കാണാൻ സാധിക്കില്ല. വാൾ ഫോർമേഷൻ ബിഗിൻ വിത്ത് ഫസ്റ്റ് ഡിവിഷൻ അല്ലേ. മറ്റിടത്തെ പോലെയല്ല, ഇവിടെ വാൾ ഫോർമേഷൻ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ, ആദ്യത്തെ ഡിവിഷനിൽ തന്നെ എന്ത് ചെയ്യും. മറ്റിടത്ത് എന്താണ് ഒരു 80 to 60 ആകുമ്പോഴായിരുന്നു വാൾ ഫോർമേഷൻ അല്ലേ നമ്മുടെ ന്യൂക്ലിയർ എൻഡോസ്പേമിൽ. ഇവിടെയാണെങ്കിലോ ശ്രദ്ധിച്ച് വാൾ ഫോർമേഷൻ ബിഗിൻസ് വിത്ത് ഫസ്റ്റ് ഡിവിഷൻ ഓഫ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലേ. എൻഡോസ്പേമിൻ്റെ ആദ്യത്തെ ഡിവിഷനിൽ തന്നെ വാൾ ഫോം ചെയ്യും. സെല്ലുലാർ എൻഡോസ്പേം ഹാസ് ബീൻ ഫർദർ ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദി ഓറിയൻറ്റേഷൻ ഓഫ് വാൾ. ഇനി സെല്ലുലാർ എൻഡോസ്പേം ഹാസ് ബീൻ ഫർദർ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്, ഓറിയൻറ്റേഷൻ, ഈ ഒരു വാൾ ഫോർമേഷൻ്റെ ഓറിയൻറ്റേഷൻ്റെ ബേസിലായിരിക്കും അതിനെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ന്യൂക്ലിയർ ഫേസ് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വാൾ ഫോർമേഷൻ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, സെല്ലുലാർ എൻഡോസ്പേംസിൽ ആണ്. ഇനി ഫോളോയിങ് ഫസ്റ്റ് 2 or 3 ഡിവിഷൻ നമ്മൾ പറഞ്ഞല്ലോ. സെല്ലുലാർ എൻഡോസ്പേം ഹാസ് ബീൻ ഫർദർ ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദി ഓറിയൻറ്റേഷൻ ഓഫ് വാൾസ് അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ വാൾസിൻ്റെ ഓറിയൻറ്റേഷൻ എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫർദർ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നോക്കിയേ, ഓറിയൻറ്റേഷൻ ഓഫ് വാൾ ഫോംഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻ ഈസ് വേർട്ടിക്കൽ. അതായത് ആദ്യത്തെ ഫസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻ കഴിയുമ്പോൾ ആ വാളിൻ്റെ ഓറിയൻറ്റേഷൻ എന്തായിരിക്കും, വേർട്ടിക്കൽ ആയിരിക്കും അല്ലേ. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ടു എംബ്രിയോസാക്കിന് ലോഞ്ചിറ്റ്യൂഡിനലി ആയിരിക്കും കാണുന്നത്. ദ സെക്കൻഡ് വാൾ ഈസ് ഓൾസോ വേർട്ടിക്കൽ ബട്ട് ഈസ് റൈറ്റ് ആംഗിൾ ടു ദ ഫസ്റ്റ് അല്ലേ. നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ, വലിയതായിട്ട് ഇങ്ങനെ പഠിക്കേണ്ട, എങ്കിലും ഒന്ന് ഓർത്തിരുന്നു. ഓറിയൻറ്റേഷൻ വാൾസ് അല്ലേ ഫസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻസിന് ശേഷം ഫോം ചെയ്യുന്നതിൽ വെർട്ടിക്കലിലായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ വാൾ ഫോം ചെയ്തിട്ടുള്ളത്. അത് എംബ്രിയോ സാക്കിന് ലോഞ്ചിറ്റ്യൂഡിനലി ആയിരിക്കും. അതിനുശേഷം സെക്കൻഡ് വാൾ ഫോം ചെയ്യും അല്ലേ. സെക്കൻഡ് വാൾ വെർട്ടിക്കലി തന്നെ ഫോം ചെയ്യും ബട്ട് അത് റൈറ്റ് ആംഗിൾ ടു ദ ഫസ്റ്റ് വാൾ. ആദ്യം ഫോം ചെയ്ത നമ്മുടെ വെർട്ടിക്കൽ വാളില്ലേ അതിന് റൈറ്റ് ആംഗിൾ ആയിരിക്കും. The subsequent wall formation is restricted to the micropylar end അല്ലേ. ഇനിയുള്ള വാൾ ഫോർമേഷൻ എല്ലാം മൈക്രോപൈലാർ എൻഡിൽ മാത്രമാണ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ചലാസൽ റീജിയനിലേക്കില്ല, മൈക്രോപൈലാർ എൻഡിൽ മാത്രം എന്ത് ചെയ്തിരിക്കുകയാണ്, റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം നടക്കുന്നത് എവിടെയാണ്, അഡോക്സ അല്ലേ. സെട്രാന്തസിലും അഡോക്സിയിലും ഒക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷൻ നടക്കുന്നത്. നോക്കിയേ, ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം വാൾ ഫോം ചെയ്യുന്നു, വേർട്ടിക്കലിയാണ്, അത് നമ്മുടെ എംബ്രിയോ സാക്കിന് ലോഞ്ചിറ്റ്യൂഡിനലിയാണ്. ദെൻ അടുത്ത വാൾ ഫോം ചെയ്യുന്നു, അതെന്താണ്, വേർട്ടിക്കലാണ് ബട്ട് റൈറ്റ് ആംഗിൾ ടു ഫസ്റ്റിന് റൈറ്റ് ആംഗിൾ ആയിരിക്കും.
ഇനി ഓറിയന്റേഷൻ ഓഫ് ദ ഫസ്റ്റ് വാൾ അല്ലേ, ഫസ്റ്റ് വാൾ ഈസ് ട്രാൻസ്വേഴ്സ് ആൻഡ് വൺ ഓർ ബോത്ത് സെൽസ് ദെൻ ഡിവൈഡഡ് വെർട്ടിക്കലി. ഫസ്റ്റ് വാൾ ഈസ് ട്രാൻസ്വേഴ്സ് ആയിരിക്കും, ദെൻ ബോത്ത് സെൽസ് ഡിവൈഡ് അല്ലേ, രണ്ട് സെൽസും വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ക്യൂട്ടിലേറിയയിലൊക്കെ ആയിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ഡിവിഷൻ കാണുന്നത്. ഇനി അടുത്തത്, ഇനി ഫസ്റ്റ് 2-3 ഡിവിഷൻസ് ആർ ട്രാൻസ്വേഴ്സ് എക്സാമ്പിൾ അല്ലേ. ഇനി ഓറിയന്റേഷൻ അടുത്തതാണ് നോക്കുക. ഓറിയന്റേഷൻ ഓഫ് ദ ഫസ്റ്റ് വാൾ ഈസ് ഒബ്ലിക് ആയിരിക്കും ആൻഡ് ദ 2 സെൽസ് ദസ് ഫോംഡ് മേ ബി ഈക്വൽ ഓർ അൺഈക്വൽ അല്ലേ. ആദ്യം ഒബ്ലിക്കായിട്ട് ഫോം ചെയ്യുന്നു, പിന്നെ ഫോം ചെയ്യുന്നു, ചിലപ്പോൾ അൺഈക്വൽ ആവാം, ചിലപ്പോൾ ഈക്വൽ ആവാം, ചിലപ്പോൾ അൺഈക്വൽ ആവാം. ഇത് നോക്കി, ഓറിയന്റേഷൻ ഓഫ് ദ ഫസ്റ്റ് വാൾ ഈസ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളത് എവിടെയാണ്, അല്ലേ, സെനിക്കയിലും ഗുണേറിയയിലും ഒക്കെയാണ്. ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക. ഇനി എൻഡോസ്പം ഓസ്റ്റോറി എന്താണെന്ന് നോക്കാം അല്ലേ. 1 or more cells became specialized to function as hostory അല്ലേ. ഇവിടെ ആണെങ്കിൽ ഹോസ്റ്റോറി അറ്റാച്ച്മെന്റ് പോലത്തെ സംഭവം. 1 or more cells became specialized അല്ലേ, ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസോ എന്തായിരിക്കും ഈ ഒരു ഹോസ്റ്റോറിയ ഫംഗ്ഷന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ദ ഹോസ്റ്റോറി ആർ ഫോംഡ് അറ്റ് മൈക്രോപൈലാർ ഓർ ചെലാസെൽ അല്ലെങ്കിൽ ബോത്ത് എൻഡ് അല്ലേ. ഒന്നുകിൽ ഈ ഹോസ്റ്റോറിയ ഫോം ചെയ്യുന്നത് മൈക്രോപൈലാർ എൻഡിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയായിരിക്കും, ചെലാസെൽ റീജിയനിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹോസ്റ്റോറിയ ഫോം ചെയ്യുന്നത്. ആൻഡ് പെനിട്രേറ്റ് ദ ന്യൂസെല്ലാർ ടിഷ്യൂ ടു അബ്സോർബ് ന്യൂട്രീഷൻ അല്ലേ. അതുപോലെ ഇത് എന്ത് ചെയ്യുന്നു, പെനിട്രേറ്റ് ന്യൂസെല്ലാർ ടിഷ്യൂസിനെ പെനിട്രേറ്റ് ചെയ്ത് അബ്സോർപ്ഷന് വേണ്ടിയാണ് സഹായിക്കുന്നത്. അപ്പം എൻഡോസ്പം ഹോസ്റ്റോറി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് ഒരു സെൽ അല്ലെ, ഒരു പെർട്ടിക്കുലർ സെല്ല് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഹോസ്റ്റോറിയായിട്ട് ആക്ട് ചെയ്യുന്നത്. ചില സമയത്ത് മൈക്രോപൈലാർ എൻഡിലായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്, ചിലപ്പോൾ ചെലാസെലായിരിക്കും, ചിലപ്പോൾ രണ്ട് എൻഡിലും ഇത് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് എന്ത് ചെയ്യുന്നു, പെനിട്രേറ്റ് ദ ന്യൂസെല്ലാർ ടിഷ്യൂ അല്ലേ, ന്യൂസെല്ലാർ ടിഷ്യൂസിലൊക്കെ പെനിട്രേറ്റ് ചെയ്തിട്ട് ന്യൂട്രീഷൻസ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് ഹോസ്റ്റോറിയ എന്ന് പറയുന്നത്. സം സെക്കൻഡറി ഹോസ്റ്റോറിയ ആർ ഓൾസോ ഫോംഡ് അല്ലേ. ഇതേ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കിയേ, നമ്മുടെ ഇവിടെ ആണെങ്കിൽ സെല്ലുലാറിനകത്താണ് നോക്കിയേ, സെക്കൻഡറി ഹോസ്റ്റോറിയ ആർ ഫോംഡ് അല്ലേ. ഇവിടെ സെക്കൻഡറി ഹോസ്റ്റോറിയാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു മൈക്രോപൈലാർ ഉണ്ടല്ലേ, മൈക്രോപൈലാറും ചെലാസൽ ഹോസ്റ്റോറിയയും കൂടാതെ സെക്കൻഡറി ഹോസ്റ്റോറിയയും ഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്, അലക്ട്രയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. എന്താണ് എക്സാമ്പിൾ, അലക്ട്ര. ഇനി മൾട്ടി ന്യൂക്ലിയേറ്റഡ് ചെലാസൽ എൻഡോസ്പേം ഹോസ്റ്റോറിയ ഒക്കേഴ്സ് ഇൻ മഗ്നോളിയ അബോവറ്റ്. നെക്സ്റ്റ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ചെലാസൽ എൻഡോസ്പം ഹോസ്റ്റോറിയാസും ഫോം ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്, മഗ്നോളിയ അബോവറ്റയിലാണ് അല്ലേ. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച്, ഈ എൻഡോസ്പം ഹോസ്റ്റോറിയ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് ആൻഡ് ന്യൂട്രീഷൻ. നമ്മൾ ഫംഗസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റോറിയ പറയുക അല്ലേ. അതുപോലെ തന്നെ ഒരു എന്താണ് അറ്റാച്ച് ചെയ്തിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഇതിലാണെങ്കിൽ ഒരു ഒന്നോ അതിലധികമോ സെൽസ് ഒരു ഹോസ്റ്റോറിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് മൈക്രോപൈലാർ എൻഡിലായിരിക്കാം, ചില സമയത്ത് ചെലാസൽ എൻഡിലായിരിക്കും, ചിലപ്പോൾ രണ്ടിടത്തുനിന്നും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ന്യൂസെല ഇത് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മെയിൻലി സെല്ലുലാർ ആയിട്ടുള്ള ടിഷ്യൂസിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡറി ഹോസ്റ്റോറിയയുടെ പ്രസൻസുമുണ്ട്. എക്സാമ്പിൾ അലക്ട്രയാണ്. അതുപോലെ തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ചെലാസൽ എൻഡോസ്പേം ഹോസ്റ്റോറിയുണ്ട്, മഗ്നോളിയ. ഇനി അടുത്തത്, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹിലോബിയൽ എൻഡോസ്പേം അല്ലേ. ഹിലോബിയൽ എൻഡോസ്പേമിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫൗണ്ട് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഡർ ഹിലോബിയൽസ് ആൻഡ് അല്ലേ കൺഫൈൻഡ് ഓൺലി ഓൺ സം മൊണോകോട്ട് ഫാമിലീസ്. ഹിലോബിയൽ ഓർഡേഴ്സും അതുപോലെ തന്നെ ചില മൊണോകോട്ട് ഫാമിലിയിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് എൻഡോസ്പേംസിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ അല്ലേ, ഇത് രണ്ടിനും ഇടയിലാണ്, ന്യൂ സെല്ലുലാറിനും സെല്ലുലാർ ടൈപ്പിനും ഇടയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് എൻഡോസ്പേമാണ്. ആഫ്റ്റർ ട്രിപ്പിൾ ഫ്യൂഷൻ ദ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് മൈഗ്രേറ്റ് ടു ദി ചെലാസൽ എൻഡ്. ശ്രദ്ധിച്ച്, ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടല്ലേ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് നമ്മുടെ പെൻ എന്ന് പറയുന്ന സാധനം ഇതെന്ത് ചെയ്യുന്നു, ചെലാസൽ എൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ദ വാൾ ഫോർമേഷൻ ആഫ്റ്റർ ഫസ്റ്റ് ഡിവിഷൻ അല്ലേ, വാൾ ഫോർമേഷൻ ആഫ്റ്റർ
Wall formation after first division of the endosperm nucleus result into large micropylar and a small chelacal endosperm chamber. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു? വാൾ ഫോർമേഷൻ. ഫസ്റ്റ് ഡിവിഷന് ശേഷം തന്നെ വാൾ ഫോർമേഷൻ അല്ലേ. അപ്പം നമ്മുടെ ന്യൂക്ലിയർ എൻഡോസ്പെർമിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ വാൾ ഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പം എൻഡോസ്പെർം ന്യൂക്ലിയസ് റിസൾട്ട് ഇൻ ടു ലാർജ് മൈക്രോപൈലാർ ആൻഡ് സ്മോൾ ചെലാസൽ എൻഡോസ്പേം ചേമ്പർ അല്ലേ. അപ്പോൾ ഈ ഒരു വാൾ ഫോർമേഷൻ ആഫ്റ്റർ ഫസ്റ്റ് ഡിവിഷൻ എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ ഫസ്റ്റ് ഡിവിഷന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ഒരു ലാർജ് മൈക്രോപൈലാർ ഏരിയയിലൊരു ലാർജ് ആയിട്ടുള്ള എൻഡോസ്പേം ചേമ്പറും അതുപോലെ തന്നെ ചെലാസൽ റീജിയണിലാണെങ്കിൽ ഒരു സ്മോൾ ചേമ്പറും ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം അടുത്ത ടൈപ്പ് ഓഫ് എൻഡോസ്പേമാണ് ഹിലോബിയൽ എൻഡോസ്പേം. ഇത് ഹിലോബിയൽ ഫാമിലിയിലും അതുപോലെ തന്നെ സർട്ടൺ എന്താണ് മൊണോകോട്ട് ഫാമിലിയിലുമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് എൻഡോസ്പേംസ് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നമുക്കറിയാലേ ട്രിപ്പിൾ ഫ്യൂഷൻ കഴിയുമ്പോൾ തന്നെ, അതായത് വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ് വന്നിട്ട് ഈ നമ്മുടെ പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്യൂഷന് ശേഷം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്തല്ലേ. ഇതെന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ ചെലാസൽ എൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ ഇവിടെയും വാൾ ഫോർമേഷൻ ഉണ്ട് അല്ലേ. സെല്ലുലാർ ടൈപ്പിലും ഹിലോബിയൽ ടൈപ്പിലും ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ വാൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ ടൈപ്പിലായിരുന്നു എന്ത് കുറേ ഡിവിഷൻസ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വാൾ ഫോം ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു വാൾ ഫോർമേഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോപൈലാർ റീജിയണിലായിട്ടൊരു ലാർജ് ചേമ്പറും അതുപോലെ തന്നെ ചെലാസൽ റീജിയണിലായിട്ടൊരു സ്മോൾ ചേമ്പറും ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. The nuclear division take place in the micropylar chamber while the nucleus of the chelasal chamber remains undivided or may undergoes few division. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ചേമ്പേഴ്സ് അല്ലേ, മൈക്രോപൈലാർ എൻഡിലും ഒരു ചേമ്പർ ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചെലാസൽ എൻഡിലും ചേമ്പർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ന്യൂക്ലിയർ ഡിവിഷൻ ബാക്കി ഫർദർ ആയിട്ടുള്ള ഈ ന്യൂക്ലിയസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു പോകുന്നത് മൈക്രോപൈലാർ ചേമ്പറിലായിരിക്കും. ഇനി ചെലാസൽ ചേമ്പറിൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്യാതെ അതുപോലെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 or 3 ഡിവിഷൻസ് ഒക്കെ എന്ത് ചെയ്യും? അതിന് സംഭവിക്കും. ഇൻ മൈക്രോപൈലാർ ചേമ്പർ റെഗുലർ വാൾ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ആൻഡ് ഇറ്റ് ബിക്കേം മൾട്ടി സെല്ലുലാർ ബട്ട് ദർ ഇസ് നോ വാൾ ഫോർമേഷൻ ഇൻ ചെലാസൽ ചേമ്പർ അല്ലേ. അപ്പോൾ മൈക്രോപൈലാർ ചേമ്പറിലാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള വാൾ ഫോർമേഷൻ, അതായത് ഒരു മൾട്ടി വാൾഡ് സ്ട്രക്ചർ അല്ലെ മൾട്ടി സെല്ലുലാർ ആയിരിക്കും അല്ലേ, മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ഫോം ചെയ്യും. പക്ഷേ ചെലാസൽ റീജിയനിൽ അവിടെ ഡിവിഷൻ കുറവാണല്ലേ, അൺഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ് സെൽസ്, അല്ലെങ്കിൽ എന്താണ് ഫ്യൂ ഡിവിഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ വാൾ ഫോർമേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇതാണ് നമ്മുടെ എൻഡോസ്പേംസിൻ്റെ ഫീച്ചേഴ്സ്. നമ്മൾ ഇന്ന് പഠിച്ചത് എൻഡോസ്പേംസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ടൈപ്പ് ഉണ്ടെന്നാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.